ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നതിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെടി തന്നെയാണെന്ന് ഞാനിത് വിശ്വസിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ചൈന ഡോൾ എന്നൊരു ചെടിയാണിത്. ഇൻഡോർ പ്ലാന്റായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടി തന്നെയാണ്. ഇപ്പം പുതുതായിട്ട് വീടൊക്കെ വയ്ക്കുന്ന എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യം കളക്ട് ചെയ്യുന്നൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ചൈന ഡോളാണ്. വളരെ കുറച്ച് മാത്രം കെയറും ഇച്ചിരി ശ്രദ്ധയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ ചൈന ഡോൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇൻഡോറിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും തണലത്ത് വലിയ വെയിലില്ലാത്ത പോർഷനിലൊക്കെ നമ്മുടെ മുറ്റത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു ചെടിയുടെ റിപ്പോർട്ടിങ്ങും കെയറിങ്ങും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കിയിരിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ചൈന ഡോൾ പ്ലാന്റ്. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ലീഫ് തന്നെയാണ്. ലീഫ് നോക്കിയാൽ നല്ല വളരെ ഭംഗിയായിട്ട് ബ്രൈറ്റനായിട്ട് ഒരു ഓയിലി ആയിട്ടുള്ളൊരു ഷെയ്ഡിലിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത് ഫെങ്ഷി പ്രകാരം പറയുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് കയറി വരുന്ന വാതിലിൽ സിറ്റൗട്ടിലൊക്കെ ആ ഒരു സിറ്റൗട്ട് സ്പേസിൽ നമ്മുടെ കയറി വരുന്ന ആ ഒരു പോർഷനിലൊക്കെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നെങ്കിൽ വളരെ ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പിന്നീട് ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 2 പ്ലാന്റാണുള്ളത്. അപ്പം ഞാനിത് പോട്ട് ചെയ്ത് വെച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മളിതിന് ചെയ്യേണ്ട കെയർ എന്ന് വെച്ചാൽ ഡെയിലി വെള്ളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വെള്ളം കൊടുത്താൽ മതിയാവും. പിന്നീട് ഇലയിലൊക്കെ ഉള്ള പൊടിയൊക്കെ ഒരു ആഴ്ചയിലൊരിക്കൽ നമ്മൾ നനഞ്ഞൊരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് നീക്കാവുന്നതാണ്. എൻ്റെ ഇലകളെല്ലാം വളരെ ക്ലീനായിട്ടിരിക്കുന്നതാണില്ലേ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് നോക്കുന്ന കൂട്ടത്തിലാണ്. ചെടികളെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പരിപാലിക്കുന്നൊരു കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചെടിക്ക് ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സും ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പെർലൈറ്റും വെർമിക്കുലേറ്റ്, ചാണകപ്പൊടി, മണൽ, പിന്നീട് ജൈവവളം, പിന്നെ വെർമി കമ്പോസ്റ്റ് ഇത്രയും ചേർത്തൊരു സൊല്യൂഷനാണ്. സൊല്യൂഷനല്ല, ഒരു മിക്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 സ്പൂൺ ഡോളോമൈറ്റും കൂടെ ചേർത്താൽ മതിയാവും. ഡോളോമൈറ്റ് ചേർക്കുന്നത് വേരൊക്കെ നന്നായിട്ട് അണുബാധയൊന്നും ഇല്ലാണ്ട് മണ്ണിൽ ഉറച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. സിറ്റൗട്ടിലാണ് വെക്കുന്നത്. അപ്പോൾ സിറ്റൗട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ ഇൻഡയറക്റ്റ് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്നൊരു പോർഷൻ തന്നെയാണ്. ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും 4-5 മണിക്കൂർ സൺലൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി പെയിലായിട്ട് വാടി നിൽക്കുന്നത് കാണാം. അങ്ങനെ സൺലൈറ്റ് ഇൻഡയറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റും കൊടുത്തൂടെ. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇല വാടിപ്പോകുന്നതാണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ്, അതായത് ചെടിക്ക് സൂര്യനെ കാണാൻ കഴിയും, പക്ഷേ സൂര്യന് ചെടിയെ നേരിട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് ആ ഒരു മെത്തേഡ്. ഇപ്പോൾ നമ്മൾ വീടിനകത്ത് സെറ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിൻഡോ സൈഡിലെങ്ങാനുമൊക്കെ വെക്കാൻ പാടുള്ളൂ. പിന്നെ ഈ നടുമുറ്റമൊക്കെ ഉള്ള ഇപ്പോഴത്തെ പുതിയ വീടുകളിലൊക്കെ നടുമുറ്റമൊക്കെ ഉള്ളവർ നടുമുറ്റത്താണ് ഇത് നടുന്നതായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൂര്യൻ ചെടിയെ കാണാൻ പാടില്ല, പക്ഷേ ചെടി നന്നായിട്ട് സൂര്യനെ കാണണം. ഏകദേശം ഒരു 4-5 മണിക്കൂർ, ഒരു 6 മണിക്കൂർ കൊണ്ടാലും കുഴപ്പമില്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മാസത്തിലൊരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളിക്കുന്നതാണ്. ഒരു 10-11 മണി വരെയൊക്കെ, ഒരു 9 മണിയാകുമ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് 10-11 മണി വരെ ഈ ഒരു പ്ലാന്റ് വെളിയിൽ നിർത്തിയിരിക്കുന്നതാണ്. പിന്നീട് എടുത്ത് അകത്ത് വയ്ക്കുന്നതാണ്. അപ്പം ഫ്രണ്ട്സ്, ഈ ഒരു പോട്ടിലേക്കാണ് ഞാൻ നമ്മുടെ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഓട്ടിൻ കഷ്ണങ്ങൾ പെറുക്കിയിടുകയാണ്. കാരണം ഈ ഓട്ടിൻ കഷ്ണങ്ങൾ ഇടുന്ന കാരണം നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും മണ്ണ് പുറത്തോട്ട് പോകാതിരിക്കാനും എയർ സർക്കുലേഷൻ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. വെള്ളം നല്ലോണം വാർന്ന് വെളിയിലോട്ട് പോകണം, എന്നാൽ മണ്ണ് പോകാനും പാടില്ല. അതാണ് അങ്ങനെ ഓട് പറക്കിയിടുന്നത്. ഓടിന് പകരം കരിയില ഉണ്ടെങ്കിലോ അങ്ങനെ ഇട്ടാലും മതിയാവും. ഞാനിവിടെ കൂടുതൽ ഓടാണ് ഇങ്ങനെ പ്ലാന്റ്സിനൊക്കെ ഇടുന്നത്. എന്നിട്ട് എൻ്റെ പോട്ടിംഗ് മിക്സ് ഞാൻ 1/4 ഭാഗത്തോളം എടുക്കുകയാണ്.
കാൽഭാഗത്തോളം പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പ്ലാന്റ് ഇട്ടാൽ മതിയാവും. പിന്നെ എൻ്റെ ചൈന ഡോളിന് ഞാൻ കൊടുക്കുന്ന ഒരു വളമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൊടുക്കുന്നത് NPK ഫെർട്ടിലൈസറാണ്. NPK 19-19-19. ഒരു ടീസ്പൂണോളം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒന്ന് ഡൈല്യൂട്ടാക്കി അതിൻ്റെ ചോട്ടിൽ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇലകൾക്ക് വല്ല അസുഖങ്ങളൊക്കെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് സാഫ് ഒന്ന് നേർപ്പിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇലയുടെ മേൽഭാഗത്തോട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ചൈന ഡോളിനെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ വെള്ളീച്ചയുടെ ശല്യമാണ്. ഈ വെള്ളീച്ചയുടെ ശല്യം മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വേപ്പെണ്ണ ഡൈല്യൂട്ട് ചെയ്ത് ഒന്നിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഒരു കെയർ വളരെ ഈസി ടു മെയിൻറ്റെയിൻ ആണ്, ഈസി ടു കെയർ ആണ്. അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. ഞാൻ എൻ്റെ പ്ലാന്റ് ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. പുതിയ പോട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്ക് പോട്ടി മിക്സ് ഇത്തിരി കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ചെടി വളരുന്ന അനുസരിച്ച് ചട്ടി മാറ്റിക്കൊണ്ടിരിക്കണം. എന്നാലേ ചെടിക്ക് നല്ല കരുത്തോടെ വളരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആദ്യം ഞാൻ മേടിച്ചത് ഒരു കുഞ്ഞ് 6 ഇഞ്ച് പോട്ടിലാണ് മേടിച്ചത്. പിന്നെ ചെടി വളരുന്ന അനുസരിച്ച് പിന്നെ 10 ഇഞ്ചായി, 12 ഇഞ്ചായി. ഇതിപ്പം ഏതാണ്ട് 14 ഇഞ്ചുള്ളൊരു ചട്ടി, 14 ഇഞ്ചിന് മേളിൽ വരുമെന്ന് തോന്നുന്നു. അതിന് 14 ഇഞ്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. 16 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ചുള്ളൊരു ചട്ടിയാണ്. ചെടി വളരുന്ന അനുസരിച്ച് ചട്ടി മാറ്റി കൊടുത്താൽ ചെടിക്ക് വളർന്ന് വലുതാകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ കൂടെ ഈ ചട്ടി മാറ്റുമ്പോൾ അത് റീപോർട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ആ സമയത്ത് ഈ വളമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ചെടിക്ക് എത്തിക്കൂടെ നന്നായിട്ട് ഗ്രോത്തായിട്ട് വളരാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ബുഷിയായിട്ട് വളരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്യണത് ഇതിൻ്റെ മണ്ട അറ്റം തന്നെയാണ് ഞാനൊന്ന് വെട്ടിക്കൊടുക്കുന്നത്. അപ്പം താഴേന്ന് കൂടുതൽ ബ്രാഞ്ചസ് കിളിച്ച് വരുന്നതാണ്. അപ്പോഴത്തേക്ക് ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പം നിങ്ങൾക്കറിയാൻ കഴിയും, ഒരു ജ്വല്ലറി ചെന്നാലും ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നാലും എവിടെ ചെന്നാലും ഈ ഒരു പ്ലാന്റ് ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടാവത്തില്ല അല്ലേ. നമ്മളിപ്പം കുഞ്ഞുങ്ങളെ സ്കൂളിൽ എൻ്റെ മോളുടെ സ്കൂളിലൊക്കെ പോയാൽ അവിടെ ഫ്രണ്ടിൽ മൊത്തം ഈ പ്ലാന്റാണ്. അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത്, ഗാർഡനറൊക്കെ വന്നൊക്കെ ട്രീറ്റ് ചെയ്ത് കെയർ ചെയ്തൊക്കെ കറക്റ്റ് പോട്ടി മിക്സും കറക്റ്റ് ടൈമിനുള്ള കെയറൊക്കെ ചെയ്ത് ഭയങ്കര ബുഷിയായിട്ട് വളർത്തി നിൽക്കുന്നതാണ്. ഇത് കാണുമ്പം തന്നെ നമ്മൾ ഈ ചെടിയെ സ്നേഹിക്കുന്നവർക്ക് ചെടികൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമില്ലേ. എനിക്കങ്ങനെയാണ്. അപ്പം നിങ്ങളുടെ ചെടിയൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ചെടികൾ ഹാപ്പിയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. അപ്പം ഞാൻ ഒരു ചട്ടിയിൽ ഇങ്ങനെ ഒരു പുതിയ ചട്ടിയിൽ പോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേതും കൂടെ പോട്ട് ചെയ്യാമേ. അപ്പോൾ ഫ്രണ്ട്സ് നോക്കിയേ, നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരെയൊക്കെ നന്നായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ചെടി തന്നെയാണ് ഇതില്ലേ, നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു പ്ലാന്റ് മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന്, എനിക്ക് തോന്നുന്നു ചെറിയൊരു തൈക്ക് തന്നെ ഏകദേശം ഒരടി പൊക്കമുള്ളൊരു തൈക്ക് തന്നെ 200 രൂപയോളമൊക്കെ ആവുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് ഇപ്പം നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഒരു 1300 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവും. ഈ ഒരു പ്ലാന്റ് 1300, 1500 ആ ഒരു റേഞ്ചായിരിക്കും. ഇത് തന്നെ 1000 രൂപയ്ക്ക് മേലാവും. എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് ഇച്ചിരി പഴക്കമുള്ളതാണ്. ഞാൻ 200 രൂപയുടെയൊക്കെ ഒരടിയുടെ മാത്രം വലിപ്പമുള്ള തൈ മേടിച്ചതാണ്. ഇതിപ്പം 3 വർഷത്തോളമൊക്കെ ആയതാണ് എൻ്റെ പ്ലാന്റ്സ്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെടിയെ ഇഷ്ടപ്പെടുന്നവരാണ്, ചെടികളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ഇതിലത്തെ ചെടികൾ മേടിച്ച് നോക്കൂ. എന്നിട്ട് നട്ട് നോക്കണം. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നൊരു സന്തോഷം എന്നുള്ളതൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ ടു ആൾ.